ഹലോ ഹായ് നമസ്കാരം. നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ അത് വിജയിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോൾ അത് ഡിക്കേഡ് ആവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ ബിസിനസ് തീർച്ചയായിട്ടും ഒരു 23 ഇയേഴ്സ് ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ 6 ഇയേഴ്സ് ആയിട്ടാണ് ഇവർ പുതിയ സ്റ്റോറും കാര്യങ്ങളൊക്കെ. തൊടുപുഴയാണ് ഇവരുടെ ബിസിനസ്. തെരേസ ഡിസൈൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം എൻ്റെ നാട്ടിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എനിക്കൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്, കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കിക്ക് ഓഫ് എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരുപാട് നല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. സോ അപ്പം നമുക്ക് അതിൻ്റെ ഇത് പേഴ്സൺ ബിഹൈൻഡ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന അനു മാമിനെ വെൽക്കം ചെയ്യണം. അനു മാം, ഹലോ. താങ്ക് യു സോ മച്ച് ശംഭു. എങ്ങനെയുണ്ട് ഇൻട്രോ എന്നല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരും കൂടെ ആകുമ്പോൾ അതെ ഒരു പ്രത്യേക സ്നേഹം കാണും. അതെ. അപ്പോൾ പറയും എന്താണ് വിശേഷങ്ങൾ, ഇപ്പൊ എങ്ങനെ പോകുന്നു? അത് ഇന്ന് ആദ്യം അങ്ങ് ചോദിച്ചേക്കാം. ഇപ്പൊ എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ബൈ ഗോഡ്സ് ഗ്രേസ് നന്നായിട്ട് പോകുന്നു. ശരി. അതിന് മുമ്പ് എനിക്കൊരു ഡൗട്ടോട് ചോദിക്കാം. ഇത് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടല്ലോ, രണ്ടും ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 23 ഇയേഴ്സ് ആയി അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കിക്ക് സ്റ്റാർട്ട് എങ്ങനെ ആയിരുന്നു ശരിക്കും? കിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ശരിക്കും തൃശ്ശൂരാണ്, തൃശ്ശൂർക്കാരിയാണ്. അപ്പം അവിടുന്ന് കല്യാണം കഴിഞ്ഞ് വന്നതാണ് തൊടുപുഴയ്ക്ക്. അപ്പോൾ ടൗണിൻ്റെ നേരെ സെൻറ്ററിലാണ് തൃശ്ശൂർ വീട്. തൊടുപുഴ കല്യാണം കഴിഞ്ഞ് വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 8 ഏക്കർ സ്ഥലത്ത് നടുക്കിലൊരു വീട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ടെൻഷനായിരുന്നു, ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം പിന്നെ നമ്മളുടെ ആ ഒരു ഏജാണ്. തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേരെ കെട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. ഇപ്പോൾ ഒരു 28, 29 ആവാണ്ട് പിള്ളേരുടെ അടുത്തൊന്നും അടുക്കില്ല. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പം എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഭാവിയിൽ പ്ലാൻ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കും, അതേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ കോളേജ് ഡേയ്സ് തൊട്ടേ ഞാൻ അത്യാവശ്യം കുറച്ച് ആർട്ട് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓഫ് കോഴ്സ് ഡാൻസ് അങ്ങനത്തെ ഏരിയാസിലും അതെ, പക്ഷെ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഫാഷൻ റിലേറ്റഡ് പെയിന്റിങ്സും അങ്ങനത്തെ എല്ലാം കൂടെ റിലേറ്റഡ്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ എനിക്കുള്ള ചെറിയ പോക്കറ്റ് മണി കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ജസ്റ്റ് സാരീസിലൊക്കെ പെയിന്റ് ചെയ്ത് ചെറിയ ഹാൻഡ് വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പം മമ്മി ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു. കാര്യം എനിക്ക് 3 ബ്രദേഴ്സാണ്. അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സസ് തയ്ക്കണം എന്നുള്ളത് കൊണ്ടാണ് മമ്മി സ്റ്റിച്ചിങ് പഠിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിലും അതിലൊരു ഇച്ചിരി ഇൻട്രസ്റ്റ്, നമുക്കറിയാലോ ഇൻബോൺ ട്രേറ്റ് എന്ന് പറയുന്നത്. അതെ കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും ഇതിലായിരുന്നു. അപ്പോൾ വെക്കേഷൻ ആവുമ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ പല കാര്യങ്ങൾ പഠിക്കാൻ പോകാൻ. അപ്പോൾ ചിലപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ് ആയിരിക്കാം, സാൻഡ് പെയിൻറ്റിങ്, അങ്ങനെ പല സാധനങ്ങൾ പഠിച്ചിട്ട് ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോൾ അതൊക്കെ സാരീസിലൊക്കെ പെയിന്റ് ചെയ്ത് കൊടുത്ത് ചെറിയ പോക്കറ്റ് മണി. അപ്പോൾ അന്നൊക്കെ 500 rupees, 250 rupees, 500 ഒക്കെ കിട്ടിയാലും ഒരു വലിയ എമൗണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ കോളേജിൽ എന്ത് അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായാലും ഐ വിൽ ബി ഇൻ ചാർജ് എന്നുള്ളതാണ്. അപ്പം കല്യാണം കഴിഞ്ഞത് ഫൈനൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പം കല്യാണം ഉറപ്പിച്ചു. തേർഡ് ഇയർ കല്യാണമായി. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കോളേജിലോട്ട് വരുമ്പം പ്രിൻസിപ്പൽ മാമിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും കാണുമല്ലോ. സിസ്റ്ററിനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ HOD അടുത്ത് വന്നപ്പോൾ പറഞ്ഞു അനുവിനെ വെറുതെ എടുത്തരുത് സുനിൽ, ഷീ ഈസ് ഇമ്മൻസ്ലി ടാലൻറ്റഡ്. ആ തലയാട്ടി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞപ്പം ആക്ച്വലി നെക്സ്റ്റ് പ്രഗ്നൻസി വരുന്നത് ആ സമയത്താണ്. റെസ്റ്റായി, വാവയായി, പിന്നെ അവളുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജ് 3 ഇയേഴ്സ് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുനിൽ പറഞ്ഞു ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവൂല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഓൾറെഡി അവരെല്ലാവരും ഒരു ബിസിനസ് ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യെസ് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ കിക്ക് ഓഫ് സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതെ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുന്നു. ഞാൻ ട്രെയിനിങ് എടുക്കാനായിട്ട് പോകുന്നു. പിന്നെ യെസ് ഓഫ് കോഴ്സ് മമ്മി, കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരുടെയും ഹെൽപ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെച്ച് ഒരു ആദ്യം ചെയ്തത് ജസ്റ്റ് ഏത് ഓൺടർപ്രണർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് വി ഷുഡ് സ്റ്റഡി ദ മാർക്കറ്റ് വെൽ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എക്സിബിഷനിലൂടെയാണ്. ആ എക്സിബിഷനിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റോൾസ് ഒന്ന് പുട്ടപ്പ് ചെയ്തു. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വീട്ടിൽ ചെറുതായിട്ട് ഞാൻ ബേബി ഡ്രസ്സസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. എല്ലാ വഴിയും നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ ബേബി ഡ്രസ്സസ് ചെയ്ത് ചെറിയ കുഞ്ഞു ഉടുപ്പുകൾ, അതിൽ എംബ്രോയിഡറി അങ്ങനത്തെ കാര്യങ്ങളായിട്ട്. അപ്പം എൻ്റെത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എനിക്ക് ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ സിസ്റ്ററിന് ഒരു പ്രഷ്യസ് ബേബിയാന്ന് പറയാം. ഒരു 2-3-4 ഇയേഴ്സ് 2 ബേബീസ് പോയിട്ട് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ബേബിക്കുള്ള ഡ്രസ്സസ് ഒരുക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എൻ്റെ കൂടിയ ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ആഫ്റ്റർ മാരേജ്, അതിന് HOD പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഈ ആഫ്റ്റർ മാരേജ് ഉള്ള ഒരു സപ്പോർട്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്?
അത് ആഫ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും മാരേജ് കഴിഞ്ഞതും മൂത്തയാളുണ്ടായതും എല്ലാം ഒരു 1 year സ്പാനിൽ നടന്ന കാര്യമാണ്. അപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആക്സസ് ആ സമയത്ത് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അറിയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തൊടുപുഴ കരിങ്കുന്നം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 6 kilometers അവേ. അപ്പം അന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പഠിക്കണം, ഇറങ്ങണം. അപ്പം എപ്പോഴും ആ ഒരു പുഷ് നമുക്ക് പുറകിൽ നിന്നും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. പൊതുവെ അത് ജനറലൈസ് ചെയ്താലും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. നമ്മൾ എന്തോരം നന്നായിട്ട് ആഗ്രഹിച്ചാലും നമ്മളുടെ ഫാമിലി ആൻഡ് അവരുടെ സപ്പോർട്ടും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റും എങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻസ്. കാരണം നമുക്ക് നമ്മളെ തന്നെ ഫുള്ളായിട്ട് ഒരു കാര്യത്തിലേക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു ബാക്ക് സൈഡിലുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, അവരുടെ മുഖങ്ങൾ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെരേസ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ചിലപ്പോൾ വീട്ടിൽ പോയി നിൽക്കുമ്പോഴായിരിക്കും തെരേസ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇതിൻ്റെ ഇടയിൽ വലിയൊരു കഥയുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സസ് ആദ്യത്തെ മേക്ക് ചെയ്ത് കസ്റ്റമേഴ്സ് ഇടുന്ന സമയത്ത് ആദ്യത്തെ വാവ മാത്രമാണ് കട തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ഷോപ്പ് ഓപ്പൺ ചെയ്ത് പിന്നത്തെ മന്തായപ്പോൾ നെക്സ്റ്റ് വൺ ക്യാരിയിങ് ആയി. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് അവിടെ ആയിരുന്നെങ്കിൽ കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പാരന്റ് മമ്മിയാട്ടോ, സുനിലിൻ്റെ മമ്മിയാണ് ഷോപ്പിൽ വന്നിരുന്നോണ്ടിരുന്നത് ആ ടൈമിലൊക്കെ. അത്ര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ വന്നിരുന്ന് ഒരു ചെറിയ ഇഷ്യൂ ആകുമ്പോഴത്തേനും ഫോൺ ചെയ്യും, ചേച്ചി എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണേ. ചിലപ്പോൾ കസ്റ്റമർ ആയിരിക്കും വിളിക്കണേ. അപ്പം ഞാൻ സുനിലിനെ വിളിക്കും, ഇങ്ങനെ ഒരു പ്രശ്നം, തനിക്ക് ഇങ്ങോട്ട് വരണോ? ഞാൻ പറയാം എന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ഉഫ് എന്നുള്ളൊരു വാക്ക് ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വന്നിട്ടില്ല. അതൊരു വലിയ സപ്പോർട്ടാണ്. അതെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഒരു പാർട്ട്ണറുടെ റോൾ ശരിക്കും ഇതിന് എത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പാർട്ട്ണറിൻ്റെ മുഖം ഒന്ന് മാറിയാൽ നമ്മൾ എത്ര ഹൈറ്റ്സിലേക്ക് നമ്മൾ പോയാലും നമ്മളുടെ അറ്റ് ലാസ്റ്റ് വീൽ ഹാവ് ടു കം ബാക്ക് ടു ദ ഫാമിലി. അപ്പോൾ ആ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, അവരുടെ ഒരു മുഖം ഒന്ന് വാടിയാൽ പിന്നെ നമുക്ക് ആ വന്ന സന്തോഷം കൂടെ അതങ്ങ് ഇത് പോവുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഞാൻ പറയുക വെച്ചാൽ വീട്ടിൽ ചില സമയത്ത് ഞാൻ രാവിലെ 8 o'clock ഇറങ്ങി പോയാൽ രാത്രി 10:30 ഒക്കെ ആകുമ്പോൾ വന്ന് കയറുന്ന ടൈമുണ്ട്. അന്നേരം യെസ്, നമ്മുടെ പാരൻസ് ഉള്ള വീടാണ്. സുനിലിന് 3 sisters. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു വെരി ലാർജ്. അപ്പോൾ എന്തായാലും താമസിച്ചേ എന്ന് ചോദിക്കുന്നത്, താമസിച്ചു പോയോ സാരില്ല, ആ ഒരു മെൻറ്റാലിറ്റി. രണ്ട് രീതിയാണ്. ഇറ്റ്സ് റിയലി പ്ലീസിങ്. അപ്പം നമുക്കൊരു സാരില്ല, മമ്മിയുണ്ട് അല്ലെങ്കിൽ അപ്പച്ചനുണ്ട്, എല്ലാം കൈകാര്യം ചെയ്തോളൂ, ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും ഈ 4 മക്കളെ ഇട്ടേച്ച് പർച്ചേസിന് പോകുമ്പോഴാണെങ്കിലും 2-3 weeks നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തിട്ടാണ് പർച്ചേസിന് ഇപ്പോൾ പോകുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇസ് വെരി ലാർജ്. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബാക്കിൽ സപ്പോർട്ടായിട്ട് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം, ഫാമിലി. ഇപ്പം എൻ്റെ മക്കൾ 4 പേരുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം, 4 എണ്ണം നിനക്ക് ചേരുന്ന പിള്ളേരാ, അവരായതുകൊണ്ടാന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് സത്യം. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇത്രയും ഇയേഴ്സ് ആയതുകൊണ്ട് ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡ് ഇതെല്ലാം ഫോളോ ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം, കാരണം ഈ ട്രെൻഡ്സ് പെട്ടെന്ന് മാറുകയാണല്ലോ, അപ്പോൾ അതെങ്ങനെ ഇത് സ്വയം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ യെസ് വി ആർ അപ്ഡേറ്റഡ്, അതായത് നമ്മൾ പല ഏരിയാസ് ചെക്ക് ചെയ്യും കാര്യം, പക്ഷെ നമുക്ക് നമ്മുടെ കൂടെ അതിനുള്ള പവർ ആൻഡ് എനർജി ആയിട്ട് നമ്മുടെ ഡിസൈനേഴ്സ് ടീമാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു 10-12 ഡിസൈനേഴ്സ് ഉണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെർട്ടൈസും ആ ഒരു എക്സ്പീരിയൻസും കൂടെ അവരുടെ തോട്ടും ആ തോട്ട് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് ഒരു ഡിസൈനർ എൻ്റെ അടുത്ത് വരുമ്പോഴാണേലും ഞാൻ അവരോട് പറയുന്ന കാര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നും പഠിക്കാനുണ്ട്, നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക്, നമുക്ക് അങ്ങനെ ആകാം എന്നുള്ള ഒരു ഫ്രീഡത്തോടു കൂടിയാണ് അവരെല്ലാവരും എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അന്ന് തൊട്ടേ വർക്ക് ചെയ്യുന്ന ആ ഒരു ടീം തന്നെയാണ് എപ്പോഴും നിങ്ങൾ? ആക്ച്വലി നമ്മൾ തുടങ്ങുന്നത് ടൈലറിങ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സുനിലിന് നിർബന്ധമായിരുന്നു നോർമൽ ഒരു തയ്യൽ കട എന്നുള്ള രീതിയിൽ ഇത് പോകരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സൽവാർ പീസസ് വെച്ച് ജസ്റ്റ് ഒരു ചെറിയ ഷോറൂം പോലെ ആൾ തന്നെയായിരുന്നു അതിൻ്റെ ഡിസൈനിങ്ങും പരിപാടികളെല്ലാം. അങ്ങനെ കുറച്ച് ടൈലേഴ്സ് നമ്മൾ വീട്ടിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അവർ തന്നെയാണ് ഇപ്പോൾ ആ ടീം തന്നെ എൻ്റെ കൂടെ ഉണ്ടായില്ല. ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത മാസ്റ്റർ മാത്രം ഒരു 2 years ബാക്ക് മരിച്ചു, ബാക്കി എല്ലാവരും ഉണ്ട്. അത് ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങി നെക്സ്റ്റ് 2 monthsനുള്ളിൽ ഞാൻ 2ാമത്തെ വാവേനെ ക്യാരി ചെയ്യുവാണ്. അപ്പോൾ ഇവരെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോന്ന് വരുമ്പോഴും പറയും ഇതിപ്പോൾ നിർത്തുമായിരിക്കും, ഒന്നെങ്കിൽ കട നിർത്തും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർത്തും.
എങ്ങനെ ഏതെങ്കിലും ഒന്ന് എന്നുള്ളൊരു തോട്ടായിരുന്നല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ മാരേജിൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ പല ആൾക്കാരും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം ഒരുപാട് അല്ല ക്യാഷ് മുടക്കി മാരേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് അതിന് വേണ്ടി ഉള്ള ഡ്രസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പറയുന്നു ഒരുപാട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണോ. ചിലർ പറയും ലൈഫിൽ ഒരു മാരേജ്, അപ്പോൾ അത് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ? കാരണം ഇപ്പം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിനുവേണ്ടി ക്യാഷ് മുടക്കണ്ടെന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലുള്ള ബോട്ടിക്സ് ഡിസൈനേഴ്സിനെ അത് ബാധിക്കുമല്ലോ. അതെങ്ങനെയാണ്? ആ ഒരു രണ്ട് രീതിയിലുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആസ്ക് ഫോർ ദ ബഡ്ജറ്റ്. എങ്ങനെയാണ് നിങ്ങളിത് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് അക്കോർഡിംഗ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈഡ് ചെയ്ത് പോവാറ്. പക്ഷേ യെസ് ഓഫ് കോഴ്സ് ചിലർ അയ്യോ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതാണ് നല്ലത്, റേറ്റ്സ് വരും അതിന് എന്ന് പറയുമ്പോൾ ചില സമയത്ത് പിള്ളേർ ചേച്ചി വൺ ടൈം യൂസ് അല്ലേ. ഞാൻ പറഞ്ഞു ഈ ഒരു ലൈഫിൽ ഈ ഒരു വെഡ്ഡിങ് ഈ ഒരു പ്രാവശ്യമേ നമുക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ബെസ്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കും. അത് എത്ര ഞാൻ പറയാം എത്ര റേഞ്ചിലേക്കും പോകാം, എത്ര ഒതുങ്ങിയും നമുക്ക് ചെയ്യാം. അത് ആ പെർസ്പെക്റ്റീവ് നമ്മൾ എത്ര ഭംഗിയാക്കി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ സംഭവം ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ലൈഫിലെ ഒരു പ്രാവശ്യം വരുന്ന ചാൻസസ് ഏറ്റവും മനോഹരമായിട്ട് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ വെക്കണം എന്നുള്ളതാണ് പ്രിഫറബിളി ഞാൻ പറയാറുള്ള ഒരു കാര്യം. കാരണം ഇങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കല്യാണത്തിൻ്റെ സമയം ആലോചിക്കുമ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് 25 years. അപ്പോൾ ഒരു 10 ബ്രൈഡ്സ് മെയ്ഡ്, അതുപോലെ തന്നെ എല്ലാവരും കൂടെ ആയിട്ടുള്ള ആ ഒരു വെഡ്ഡിങ് ഗ്രൂപ്പിൻ്റെ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷമോ അന്നും ഇതുണ്ടായിരുന്നോ അങ്ങനെ ഒരു അതുപോലെ തന്നെ ഇപ്പോൾ ഈ റേറ്റ്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇപ്പം ചിലർ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഏത് റേറ്റിലുള്ള അല്ലെങ്കിൽ ഏത് ബഡ്ജറ്റിലുള്ള പ്രോഡക്ട്സും കാണും എന്നുള്ളത്. ഇപ്പോൾ ചിലയിടത്ത് പോകുമ്പോൾ ഇല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടത്തില്ല, എപ്പോഴും റേറ്റ് ഉണ്ടാവും. അപ്പം നമ്മളുടെ ഒരു വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പം തെരേസ ഡിസൈനേഴ്സ് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവരവരുടെ റിക്വയർമെൻറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാൻഡ്സ്, അതായത് എക്സ്പെർട്ടൈസും അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെയിലേഴ്സും കട്ടേഴ്സും അങ്ങനത്തെയുള്ള ആൾക്കാർ വരുമ്പോൾ പോകെ ദിസ് ഇസ് ഗോയിങ് ടു ബി റിയലി എക്സ്പെൻസീവ്. അപ്പം നമുക്ക് എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാരീസും അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ ദാറ്റ്സ് നോ ഇഷ്യൂ. പക്ഷേ ഇൻ ടു എ ഡിസൈനർ വെയർ എന്ന് പറയുമ്പോൾ ദ ടച്ച് ഇസ് ഡിഫറെൻറ്റ്. അത് ഓരോ ഈവൻ ഒരു ചെറിയ ബീഡാണെങ്കിൽ കൂടി നമ്മൾ അതുപോലെ സെലക്ട് ചെയ്തിട്ടാണ് ആ സംഭവങ്ങൾ എടുക്കുന്നത്. അത് ചെയ്യുന്ന ആൾക്കാരും അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം, ഈ രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാം, ഇതിന് കുറവാണ്, ഇതിന് ഒത്തിരി കൂടുതൽ വരും, പക്ഷെ ഭംഗി ഇതാണ്, ഇതിൽ ഏത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പം ഭംഗി എന്നുള്ളത് ഓപ്റ്റ് ചെയ്യാനാണ്. പക്ഷേ അല്ലേ അത് ഭയങ്കര കൺഫ്യൂസ്. ആസ് ഒരു കോമൺ മാൻ ഇതിനെപ്പറ്റി വെളിയിൽ നിന്ന് നോക്കുമ്പോഴും എനിക്ക് ഡൗട്ട് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ റേറ്റ് ആണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ഡിപ്പെൻസ് അല്ലേ, ഡിപ്പെൻസ് ഓൺ ഫിനിഷ് മാറ്റേഴ്സ്. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഗിവ് യുവർ 100%. നിങ്ങളുടെ 100% നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് ദിസ് ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഇത് 100% എൻ്റെ 100% ഇതിലുണ്ടെന്ന് തോന്നിയാൽ ഒരിക്കലും ഒരു ചീത്ത പ്രോഡക്റ്റ് നമുക്കൊരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ്, അതുണ്ടോ ഇതിൽ, അത് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാറ് അവരുടെ അടുത്ത്. നിങ്ങളെല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ എപ്പോഴും. അതായത് നിങ്ങൾക്ക് എഗിൻ ആൻഡ് എഗിൻ ദ സെയിം കസ്റ്റമേഴ്സ് ആർ കമ്മിങ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അല്ലേ. അപ്പോൾ അത് ലൈക്ക് ക്വാളിറ്റി മാറ്റേഴ്സ് എ ലോട്ട്. അത് എങ്ങനെ ഹൗ യു മെയിൻറ്റെയിനിങ് ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ്? നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് അടിവരെ ഇട്ട് നമ്മളുടെ ടീമിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റമർ ഫസ്റ്റ്. കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ക്വാളിറ്റി. ഈ കാര്യങ്ങളിലൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുതെന്ന് പറയും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പല പ്യോർ മെറ്റീരിയൽസും ഡൈ ചെയ്ത് വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ഈ ഇത് ക്വാളിറ്റി ഇല്ല, അത് കളർ ഇളകി പോകുന്നു, കളർ ബ്ലീഡ് ചെയ്യുന്നു, ഇതൊക്കെ എപ്പോഴും കസ്റ്റമേഴ്സിന് വരുന്ന ടെൻഷനാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ അവർ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പം വാട്ട് ഐ യൂഷ്വലി ഡു ഇസ്, എനിക്ക് അത് അങ്ങനെ ഒരു പേഴ്സണൽ ഫീൽ ഉണ്ടെങ്കിൽ ഞാൻ കസ്റ്റമറുടെ അടുത്ത് ഡയറക്റ്റ് അത് പറയും, മോളെ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, യു ഗോട്ട് ടു സൺ ഡ്രൈ, ഇങ്ങനെയാണ് ഇതിൻ്റെ വാഷ് ആൻഡ് കെയർ വരേണ്ടത്, ഇതിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും കേട്ടോ എന്ന് ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ടെൽ ദാറ്റ്. അത് തന്നെയാണ് നമ്മുടെ സ്റ്റാഫിനും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യരുത്, ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. അത് നമുക്കൊരു ഓൺബോർഡ് പ്രോഗ്രാം പോലെ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും നോർമലി. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല, നമ്മൾ അവെയർ ആക്കുക. അതെ.
ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ പല ആൾക്കാരും വെളിയിൽ പഠിക്കാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതെങ്ങനെ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം മേടിക്കണം, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടീം തന്നെയുണ്ട്. ശരി. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഡിസൈനേഴ്സ് ഓൾമോസ്റ്റ് 12 പേരും എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് എടുക്കുന്നവരാണ്. അവരിൽ 4 പേര് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് ഓൺലൈൻ ഹാൻഡിൽ ചെയ്യണം. ശരി. നമുക്കിപ്പോൾ അതിനുള്ള ഒരു CRM സോഫ്റ്റ്വെയറും സംഭവങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് അത് ചെയ്യുന്നതും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഐ മേക്ക് ഇറ്റ് എ പോയിന്റ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഒരു കുഴപ്പമില്ല, യു ക്യാൻ കോൺടാക്ട് മീ, നോ പ്രോബ്ലം. ഞാൻ എപ്പോഴും അവിടെ പറയുന്ന ഒരു കാര്യം, ഒരു ചിലപ്പോൾ അവരെടുക്കാൻ വരുന്ന 1 ലക്ഷത്തിൻ്റെ സാരി ആയിക്കോട്ടെ, പക്ഷെ വേണമെങ്കിൽ ഒരു തുവാല ആയിക്കോട്ടെ, രണ്ടും ഒരേ രീതിയിൽ വേണം നമ്മൾ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ. എല്ലാവർക്കും കൊടുക്കുന്നത് സെയിം ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം, പക്ഷേ ദേ ഷുഡ് ഫീൽ വി ഹാവ് എ തെരേസ എക്സ്പീരിയൻസ് ദെയർ. അതിപ്പോൾ ഓൺലൈനിലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ദ പ്രോസസ് ഗോസ് ഓൺ. അവർക്ക് വീഡിയോ കോൾസിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അവരുടെ അടുത്ത്. അവരുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഡിസൈൻസ് അവരുടെ ഐഡിയാസും കൂടെ ടേക്കപ്പ് ചെയ്യും. അപ്പോൾ അതിനൊരു ഡിസൈനറിനെ നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് അലോട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ പ്രശ്നമൊന്നും അത്ര വലുതുണ്ടായിട്ടില്ല. അതെ അതെ. ഇപ്പോൾ ഈ 23 ഇയേഴ്സ് പറഞ്ഞാൽ പോലും റീസെൻ്റ്ലി എനിക്കൊരു 5-6 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ആ ഒരു സ്റ്റോർ ലാർജർ സ്കെയിലിലേക്ക് പോയത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ആക്ച്വലി എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഈ ഒരു 5-6 ഇയേഴ്സ് അത് പല സ്റ്റേജസ് ഓഫ് മാറ്റമാണ്. ആദ്യം ഒരു ഹോം ഗ്രോൺ ബൊട്ടീക്ക്, അവിടുന്ന് കുറച്ച് പീസസ് കൊടുത്ത് കുറച്ച് ടൈലേഴ്സ് ആയിട്ട് സൽവാർ സെറ്റിൻ്റെ, അന്നേരം ആ ബൊട്ടീക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ തൊടുപുഴയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ സ്പേസ് പോരാൻ തോന്നിയപ്പോഴാണ് അടുത്ത സ്ഥലത്തേക്ക് മാറുന്നത്. അവിടെ കുറച്ചുകൂടെ നമ്മൾ റണ്ണിങ് ഫാബ്രിക്സ് കൂട്ടി. അപ്പോൾ എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായി. അതിലേക്ക് അപ്പോൾ ഒരു 1-2 ഡിസൈനേഴ്സ് വന്നു. ആ പ്രോസസ്സിൽ നിന്ന് തന്നെ മാറിയ ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാനിനി ചെയ്യില്ല, ഇത് മതി എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നിന്നാൽ പോരാ, നമുക്ക് അടുത്തത് അതെന്നും സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കും. അതെ അതെ അതെ, അതെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡ്രീം ബിഗ്. ഞാൻ പറയും ഇത്രയും ഡ്രീം ബിഗ് പോണോ, പിന്നെ യു ക്യാൻ ഡു ഇറ്റ് ഉള്ളത്. അങ്ങനെ പറയുന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരായിരുന്നു? അത് ഓഫ് കോഴ്സ് ഹസ്ബൻഡാണ്, സുനിലാണ്. യെസ്. പിന്നെ ഞാൻ പറയുക, ഇപ്പം എൻ്റെ ഡാഡി മരിച്ചിട്ട് ഇപ്പോൾ 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഡാഡി ആണെങ്കിലും അപ്പച്ചൻ സുനിലിൻ്റെ ഫാദർ ആണെങ്കിലും അവർക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന തിളക്കം കാണുമ്പോൾ നമുക്കറിയാലോ ദേ ആ ഹാപ്പി എന്നുള്ളത്. അവിടെ അപ്പച്ചൻ തന്നെ പറയും, പണ്ട് തൊടുപുഴ അനുവിൻ്റെ കുട്ടിച്ചൻ എന്ന് പറയുമ്പോൾ അറിയും, ഇപ്പം അനുവിൻ്റെ അപ്പ എന്നുള്ളതാണ് അറിയണത്. പക്ഷെ അത് അപ്പച്ചൻ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ്. അത് കാണുമ്പോൾ നമുക്കും ഒരു അതെ അതെ ഇതാണ് അല്ലേ, ഒരു ഫീൽ ഗുഡ് ആണ് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസൈനർ വെയേഴ്സ് കാര്യങ്ങൾ. അപ്പം ആസ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ തീർച്ചയായിട്ടും പറയാൻ പറ്റും, അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തൊരു കൈൻഡ് ഓഫ് ടിപ്പാണ് ആക്ച്വലി ഇവർ ചിലപ്പം പല രീതിയിൽ ആഗ്രഹമായിട്ട് വരുന്നവരോ, ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇതാണ് എൻ്റെ എയിം എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ സംതിങ് ഐ ഹാവ് ടു ഡു ബൊട്ടീക്ക് തുടങ്ങാം ഇങ്ങനെ തോന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനും തുടങ്ങാം, അല്ല ഇതൊക്കെയാണല്ലോ നോർമലി. അല്ലെങ്കിൽ ഇത് കുറച്ച് ഒരു ഒരു സംഭവമാണ് പറയുമ്പോൾ ഒരു ബ്രാൻഡ് അങ്ങനെ തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരോട് എന്താ ടിപ്പ് ശരിക്കും? ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ 100% കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്കിപ്പം ടീം ഒരാൾ തന്നെ വിചാരിച്ചാൽ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തില്ല. അന്ന് തെരേസ 1 തുടങ്ങിയാൽ ഇപ്പോൾ 220 പേരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഹാൻഡ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു എഫേർട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ പോയാലും ഇതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഗ്രിപ്പ് വേണം. നമുക്ക് ഏത് ഏരിയാസിലാണെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതോറിറ്റേറ്റീവ് ആയിട്ടാണെങ്കിലും ഇവരുടെ അടുത്ത് ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ പാഷനേറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ത്രൂ എക്സ്പീരിയൻസ്ഡോ. ഈ പ്രാവശ്യം വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാൻ അടുത്തത് എന്ത് ചെയ്യണം എന്ന്. ചില സമയത്ത് ഞാനും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കാറുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോൾ സുനിലിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, താൻ അത് നടന്നു എന്ന് വിചാരിക്കുക, കൂടി വന്നാൽ എന്ത് സംഭവിക്കും, ഇതല്ലേ ഉണ്ടാവുക, ആ എക്സ്ട്രീം ചിന്തിക്ക്,
അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി സമാധാനം ഉണ്ടാവും എന്ന് പറയും. എക്സ്ട്രീം ചിന്തിച്ച് കഴിഞ്ഞ് ആ എക്സ്ട്രീം സംഭവിക്കാത്ത പക്ഷം നമ്മൾ കുറച്ച് ഫ്രീ ആവും. അതെ അതെ, കൂടി വന്ന് എന്ത് സംഭവിക്കുന്നു വിചാരിക്കുക എന്ന് പറയാം. അപ്പം അങ്ങനെ പല ഇഷ്യൂസും, അതായത് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ബെഡ് ഓഫ് റോസസ് എന്നുള്ള രീതിയിലല്ല ഈ 23 കൊല്ലം പോന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കരച്ചില്, സ്ട്രഗിള്, ബഹളമയം, കുറേ ടഗ് ഓഫ് വാർസ് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഫുൾ എനർജി ചോർന്നു പോയൊക്കെ ഇരിക്കുന്ന സമയമുണ്ട്. നമ്മുടെ ഒരു ശരിക്കും ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഗ്രോയിങ്, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊരു ഫ്യൂച്ചർ വിഷൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇനിത്തെ ഡ്രീം, ഇനിയുള്ള ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ? ഏറ്റവും നല്ലൊരു ഡിസൈനർ സ്റ്റോർ, അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അറിയാൻ പാകത്തിന് തെരേസ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ തെരേസ ഡിസൈനർ സ്റ്റോർ അല്ലേ, ഒരു കംപ്ലീറ്റ് ഫാഷൻ സ്റ്റോർ എന്ന് പറയാം. യെസ്, അങ്ങനെ വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം അതിൽ ഇനിയും ദർ ഇസ് എ ലോങ് വേ ടു ഗോ, ഇനിയും പോകാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ പതുക്കെ ഓൺലൈനിലേക്ക് നമ്മൾ ബൈ ഗോഡ്സ് അതും നന്നായിട്ട് പോകുന്നു. ഓൺലൈനിലാണെങ്കിലും നല്ല റെസ്പോൺസാണ്. ഓൺലൈനിൽ എന്താണ് നമുക്ക് ഇപ്പോൾ ഇത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അടിച്ചു കൊടുക്കേണ്ടത് ഓൺലൈനിൽ? teresashopping.com എന്നുള്ളത്. teresashopping.com. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്സ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ്. സൽവാസ് ആൻഡ് സാരീസ് ആണ് മെയിനായിട്ട് പോകുന്നത്. അതിൽ ത്രൂ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. നമ്മുടെ തന്നെ ടീം കോൺടാക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പതുക്കെ നമ്മുടെ റെഡിമെയ്ഡ്സിൻ്റെ പോലത്തെ ചെറിയ കുർത്തീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്നത് നിലവിൽ ഇത് മാത്രമാണ്, ഓൺലൈൻ ത്രൂ മാത്രമാണ്. സ്റ്റോറിലായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ഒരു പോകെ അത് വരും. പിന്നെ നമ്മുടെ ഒരു ബ്രൈഡൽ സ്റ്റോറാണ് അടുത്തത്, എക്സ്ക്ലൂസീവ് ഫോർ ദ ബ്രൈഡ്സ് എന്നുള്ള രീതിയിൽ. കാരണം എപ്പോഴും പറയുമല്ലോ, കല്യാണം എന്ന് പറയുന്നത് ഒരു വൺ ടൈം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഷുഡ് ബി സ്പെഷ്യൽ എന്നുള്ളതാണ് തെരേസയുടെ ഡ്രീം. അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് അവർക്ക് അപ്പോയിൻമെൻറ്റ്സും, അപ്പം കാരണം നമുക്ക് റെഗുലർ സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ആകുമ്പം അവരും ഫ്രീ ആയിട്ടിരിക്കണം. ഫാമിലി എഫെയർ ആണല്ലോ. പണ്ടുണ്ടായിരുന്നത് പാരൻസ് ആണ് ഡ്രസ്സസ് എങ്ങനെ വേണം എന്ന് ഡിസൈഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പം അപ്പനാണ് എല്ലാ കാര്യവും തീരുമാനിച്ചത്. പിന്നെ വന്നപ്പം അമ്മയുടെ ജോയിൻ വന്നു. ഇപ്പം മക്കളാണ് തീരുമാനിക്കുന്നത്. അപ്പം അവരുടെ ഇപ്പോഴത്തെ ബ്രൈഡ്സിൻ്റെ പ്രത്യേകത അതാണ്. റെഫറൻസ് ഇഷ്ടം പോലെ, ചേച്ചി എനിക്ക് ഇങ്ങനെ വേണം, ഇതായാലും കുഴപ്പമില്ല, ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു എപ്പോഴും അതിലാണ് ഒരു ഡിസൈനറിന്റെ റോൾ ഇരിക്കുന്നത്. വാട്ട് സ്യൂട്ട്സ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക, ഒരു കൺസൾട്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ശരിക്കും കോമ്പറ്റീറ്റേഴ്സ് ഭയങ്കര അധികം ഉണ്ടല്ലോ, അതും ഒരുപാടുണ്ട്. നമുക്ക് അറിയാവുന്ന ബ്രാൻഡ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് പോപ്പുലാരിറ്റി ഉള്ളവരുണ്ട്. അങ്ങനെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ഹൗ ഡു യു ടേക്ക് ഇറ്റ്, അല്ലെ എങ്ങനെയാണ് അതിനെ? ആക്ച്വലി യെസ്, കോമ്പറ്റേറ്റേഴ്സ് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി പഠിക്കാറുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ നോക്കാറുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ, നമ്മൾ എത്ര നന്നായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു, ദേ വിൽ കീപ് കമ്മിങ് ബാക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾക്ക് പേടിക്കണ്ട. ദൈവത്തിനും സീസറിനും എന്ന് പറഞ്ഞതാണ്. ഞാൻ ആ ഒരു കോൺസെപ്റ്റിലാണ് പോകാറുള്ളത്. മനസ്സിലായി. അത് എങ്ങനെ ഉണ്ടെങ്കിലും അത് നമുക്കിടയിൽ തന്നെ വന്നിരിക്കും അല്ലേ? അപ്പോൾ മാക്സിമം വി ട്രൈ ടു സ്റ്റാൻഡ് ഔട്ട്. നമ്മുടെ ഡിസൈൻസിലോ വർക്കിലോ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവന്നിട്ട് വി ട്രൈ ടു നോട്ടീസബിൾ ആവാനായിട്ടുള്ളത്. നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ, നമ്മൾ ഏതൊരു ബിസിനസ്സിനും പ്രൊമോഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും നമ്മൾ പിച്ച് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? ദ വേർഡ് ഓഫ് മൗത്ത് ത്രൂ കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ ഒരു മിത്താണെന്നാണ് പറയപ്പെടുന്നത്. വി ഷുഡ് ഷോ വാട്ട് വി ആർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ്. ശരിക്കും അത് കാരണം ആദ്യം പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. തെരേസയ്ക്ക് ഇത്രയും ഇത് ഈ തേർഡ് സ്റ്റോറിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വേറെ വേർഡ് ഓഫ് മൗത്ത് തന്നെയായിരുന്നു. കാരണം വീട്ടിൽ ചെറുതായിട്ട് തുടങ്ങി, അത്രയും ചെറുതായിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റോറിന് വന്നത് പുറത്തുനിന്ന് ഒരു നോട്ടം പോലും ഇല്ല. അവിടെ വന്ന് മുകളിലേക്ക് കയറിയാലേ തെരേസ കാണുള്ളൂ. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് അന്ന് എല്ലാം വന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ വി ആർ ഗെറ്റിംഗ് അവെയർ. അത് മാത്രം പോരാ, വി ഗോട്ട് ടു ലെറ്റ് ദ പീപ്പിൾ നോ വാട്ട് വി ഹാവ് ആൻഡ് വാട്ട് വി ആർ. മനസ്സിലായി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റോർ, ദ ലാർജർ സ്കെയിലിൽ സ്റ്റോർ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, അതല്ലാതെ ഇനി ദ ഫിസിക്കൽ സ്റ്റോർസ് വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്? അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ പണിപ്പുരയിൽ ചോദിച്ചത്. ഇപ്പോൾ വി ആർ ഗോയിങ് പ്ലാനിങ് ഫോർ എ ലാർജർ സ്റ്റോർ. പക്ഷേ യു ക്യാൻ എക്സ്പെക്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ചോദിച്ചതിലും
ഒക്കെ എനിക്കൊരു റിപ്ലൈ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. Yes. ഈവൻ ഒരു പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ. ആൻഡ് 23 ഇയേഴ്സ് ഗോയിങ്, അതിപ്പോൾ ഒരു 50 ആവട്ടെ, അങ്ങനെ ഒരുപാട് ഇയേഴ്സ് പോവട്ടെ, ഗംഭീരമായിട്ട് പോവട്ടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പർച്ചേസിനൊക്കെ വരുന്നതായിരിക്കും. ഷുവർ. വീട്ടിൽ പോകുന്ന വഴി കയറാം. പിന്നെ വരണ്ടേ? ആൻഡ് Always welcome. താങ്ക് യു സോ മച്ച് അനു മാം. അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച് ശംഭു.